എന്റെ 50 കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോളാം. എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തോളാം. 50 വരെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 50 തൊട്ട് എനിക്കുള്ള ലൈഫാണ്. നമ്മുടെ പ്രിയപ്പെട്ട നിഷ സാരംഗിന്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണിത്. അതായത് 50 വയസ്സ് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ചിന്താഗതിയുള്ള എല്ലാ ആളുകളോടും ഉള്ള എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇന്ന് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നിങ്ങളത് 50 വയസ്സ് കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 25-മത്തെയോ 30-മത്തെയോ വയസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കാനും മക്കളുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ 50-ാം വയസ്സ് കഴിഞ്ഞ് മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ല, വളരെ നല്ല കാര്യമാണ്, ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ഈ 50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ കാണുമെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത്, നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ നിറവേറ്റണം. അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി കളഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളത് പിന്നത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ മക്കളോട് പറയുമ്പോൾ പോലും ഭാവിയിലാണെങ്കിൽ പോലും അവർക്കതൊരു സങ്കടമാവില്ലേ? അതായത് അയ്യോ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയാണല്ലോ അവരുടെ കുറെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമായിരിക്കും. പിന്നെ നമ്മൾ നിങ്ങളുടെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കും. അത് കഴിയുമ്പോൾ നിങ്ങളെ പല സ്ഥലങ്ങളിൽ വിടും, കറങ്ങാൻ കൊണ്ടുപോകുന്ന അച്ഛനും മക്കളും ഒക്കെ ഇവിടെ ഉണ്ട്, ഇല്ലാതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനമ്മമാർ ഇടയ്ക്ക് കുറച്ചു സമയം നിങ്ങൾക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 30-ാം വയസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ 50-ഉം 60-ഉം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടിലും കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ ചെറുപ്പം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ആഘോഷിക്കുക. അതിന്റെ കൂട്ടത്തിൽ മക്കളെയും ടേക്ക് കെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നിഷ സാരംഗ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളിൽ കുറെ പേരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലില് ചേച്ചി അഭിനയിക്കുന്ന ആ ഒരു സീരിയലിലെ 2 നടന്മാർക്കെതിരെ, അതായത് ശ്രീകുമാർ ആൻഡ് നമ്മുടെ ബാലുചേട്ടൻ, ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഇപ്പം ഉറപ്പാവുന്നുണ്ട് നമ്മുടെ നിഷ സാരംഗ് ചേച്ചിയാണ് ഈ ഒരു കേസ് കൊടുത്തത് എന്നുള്ള ഒരു കാര്യം. നമുക്ക് 100% അങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉറപ്പ് വരുന്നുണ്ട് ചേച്ചിയാണ് കൊടുത്തതെന്നുള്ളത്. നമ്മുടെ ഈ ഒരു നിഷ സാരംഗ് ചേച്ചി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: സ്നേഹം കൊണ്ടുള്ള മുറിവ് മാറാതെ കിടക്കും മരണം വരെയും. കുറച്ചും മുമ്പ് ചേച്ചി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്: സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം, കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്, ശുഭദിനം. ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ഇത് എന്തോന്ന് സാഹിത്യമൊക്കെ, ആരെ കാണിക്കുന്നു ഇങ്ങനെ എഴുതി വിടുന്നത്, ആരെ കാണിക്കാനാണ് ഇങ്ങനെ എഴുതി വിടുന്നത്, എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്കി പിടിക്കുന്നത്, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ, കഷ്ടം തന്നെ. ഇങ്ങനെയുള്ള കുറെ കമന്റുകൾ വരുന്നുണ്ട്. വേറൊരു കമന്റ് ഞാൻ കണ്ടു: 9-10 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാർ ആണ് എങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, ഇത്രയും നാൾ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നു എങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു, എന്നിട്ട് ഓരോന്നായിട്ട് വരുക. എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജു ചേട്ടന്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന്. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജു ചേട്ടൻ, അത് നിങ്ങൾ മറക്കേണ്ട. എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസായിട്ട് വന്നേക്കുന്നു, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് വിചാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കമന്റ് ഇട്ട ആളുകളോടൊക്കെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു കമന്റ് ഇട്ട ലാസ്റ്റ് ടൈം വായിച്ച കമന്റ് ഇട്ട ലേഡിയോടൊക്കെയാണ്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇതൊരു കള്ളക്കേസാണെന്നുള്ളത്? നമുക്കറിയില്ല ഇത് കള്ളക്കേസാണോ, ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണോ നമുക്കറിയില്ല. എന്തെങ്കിലും ഇവരുടെ അകത്തുള്ള പേഴ്സണൽ ഇഷ്യൂസിനെ പറ്റി നമുക്ക് ആർക്കും അറിയില്ല. ഇവരാരും, ബിജു ചേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ബാലു, പുള്ളി മാധ്യമങ്ങളുടെ ഒന്നും ഫ്രണ്ട് വന്നിട്ട് പോലുമില്ല, പുള്ളി വാ തുറന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ശ്രീകുമാർ ആണെങ്കിലും അധികം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഒരു വിഷയത്തെ പറ്റി. നിഷ സാരംഗ് ആണെങ്കിലും ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല അവരാണ് കേസ് കൊടുത്തതെന്ന് പോലും. പക്ഷെ ചില കാര്യങ്ങൾ, ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും പരിപാടികളും ഒക്കെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ കാണുമ്പോഴാണ് ഒരു സംശയം വരുന്നത്. അത് കൂടാതെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതും കൂടെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഡൗട്ട്. പിന്നെ ആ ഒരു ക്ലിപ്പില് ഈ ചേച്ചിയുടെ നെറ്റിയിൽ സിന്ദൂരം കണ്ടു. ഇപ്പൊ സിന്ദൂരം തൊടുന്ന എല്ലാവരും കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ അവര് പൊട്ട് തൊടാറുണ്ട് അവിടെ സ്ത്രീകള്, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നിഷ സാരംഗിനെ അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ സിന്ദൂരം തൊട്ടിട്ടൊന്നും. ഇതിപ്പോ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ചില ആളുകൾക്ക് വീണ്ടും സംശയങ്ങൾ വരുന്നു. നിഷ സാരംഗിന്റെ കല്യാണം കഴിഞ്ഞോ, ബാലുചേട്ടൻ നിഷ സാരംഗിനെ കെട്ടിയോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ വരെ ഇവിടെ ചില ആളുകൾക്ക് വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും.
ഇതിൽ ചോദിക്കുന്നവരെ നമുക്ക് ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് സംശയം വരും. അറ്റ് ലാസ്റ്റ് ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സ് ആണ്, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം വഴിയും ഇവരുടെ ഫേസ്ബുക്ക് വഴി ഓരോ പോസ്റ്ററുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ആളുകൾ അതിനെതിരെ റിയാക്ട് ചെയ്യും പല രീതിയിൽ. അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണെങ്കിലും നിഷ സാരംഗ് ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്ന ഒരു ചെറിയ ബൈറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പുതിയ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോണു. ഉപ്പുമുളക് നടക്കുന്നുണ്ട്. ഉപ്പുമുളകും ഷൂട്ടിങ് ഇത് കഴിഞ്ഞ ദിവസം ഇവരൊരു സിനിമ കാണാൻ വന്നപ്പോഴുള്ള ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിച്ചതാണ്. അപ്പം എന്റെ ഒരു സംശയം, ഉപ്പുമുളക് നടക്കുന്നുണ്ട് എന്ന് നിഷ സാരംഗ് പറയുന്നുണ്ട്, പക്ഷെ ഇവർ ഒന്നിച്ചിപ്പോ അഭിനയിക്കുന്നുണ്ടോ? അതായത് ഈ ബാലു അല്ലെങ്കിൽ ഈ ശ്രീകുമാർ, ഈ നിഷ സാരംഗ് ഇവരെല്ലാവരും ഒന്നിച്ചാണോ അഭിനയിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയപ്പോൾ അങ്ങനെ ഇവരെ ഒന്നും ഒന്നിച്ച് കണ്ടില്ല. ഇവരുടെ ഈ ഒരു പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. ഈ അടുത്തായിട്ട് ഇവർ എല്ലാവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ചുമ്മാ കയറി നോക്കിയപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം മറ്റേ കേശു പിന്നെ ലച്ചു ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പോയിലുള്ള ചെറിയ പരിപാടികളൊക്കെയാണ് കണ്ടത്. അല്ലാതെ നിഷ സാരംഗ് ഈ ഒരു ബാലുചേട്ടൻ ഇവർ ഒന്നിച്ചുള്ള ഒരു കോമ്പോ പരിപാടിയൊന്നും ഈ അടുത്ത് കണ്ടില്ല. ചിലപ്പോൾ ഞാൻ മിസ് ചെയ്തതായിരിക്കാം. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. എന്താണെങ്കിലും എവിടേക്കൊക്കെ ബാക്കി കാണാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം ബാക്കി. എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്ന് ഇങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ബാക്കി കേൾപ്പിക്കാം. ഏത് കുട്ടിയാന്നുള്ളത് നമ്മുടെ വീണ മുകുന്ദന്റെ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചതിനെ പറ്റിയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഓൺലൈൻ മീഡിയക്കാരൻ അവിടെ നിൽക്കുന്ന വ്യക്തി ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ പറ്റി. പുതിയ ജീവിതമൊന്നും അല്ലല്ലോ, പഴയ ഓൾഡ് ജീവിതം ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം വളരെ വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് ചേച്ചിയോട് പറയുന്നത് കണ്ടു. അപ്പം അതുകൂടെ കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട്, ഇനി വെറുതെ ആണോ ഈ സിന്ദൂരൊക്കെ തൊട്ടിരിക്കുന്ന? വെറുതെ ആണോ? ചുമ്മാ അതിനെ ആളുകൾ പറയുന്നതായിരിക്കാം, കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇവരിപ്പോഴും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല അവരുടെ കല്യാണം കഴിഞ്ഞെന്നോ അത് ആരാണെന്നോ. ഇനിയും ഈ പീഡന കേസ് കൊടുത്ത് നമ്മുടെ ബാലുചേട്ടനെ പെടുത്തി കെട്ടിച്ചോന്ന് വരെയുള്ള സംശയങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഡൗട്ട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല ഡൗട്ടുകളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിനെ ഉത്തരം തരേണ്ടത് ഇവര് തന്നെയാണ്. ബാക്കിയും കൂടെ അപ്ഡേറ്റ്സ് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി മാരീഡായി ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അത് നല്ല കാര്യമല്ലായിരുന്നു. അപ്പൊ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. സപ്പോർട്ടൊക്കെ എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചി, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാല് എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കുന്ന ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, എന്നാ ശരി. ഓക്കെ ശരി. ചേച്ചി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ചേച്ചിക്ക് ഒരാൾ കൂട്ടിന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് കൂട്ടിൽ ഒരാളെ വിളിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിനിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചേച്ചിയുടെ കൂടെയാണ്. പക്ഷേ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങളിങ്ങനെ ഒളിച്ചിരിക്കരുത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രിറ്റി ആവരുതായിരുന്നു. നിങ്ങളൊരു വളരെ പേഴ്സണലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങളോട് ആരും ചോദിക്കാൻ വരത്തില്ല, നിങ്ങൾ ആർക്കും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെയും നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ ലൈഫ് എക്സ്പോസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികളിൽ നടക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൊടുക്കുക, മാന്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു സാധ്യത ഒരു നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്, നിങ്ങൾ കൊടുക്കണം. ഇതിപ്പോ അവിടെ ആ ഒരു ഓൺലൈൻ മീഡിയക്കാരനാണെങ്കിലും ചോദിച്ചതിന് ചേച്ചി വളരെ ചിരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയി. ഞാൻ പിന്നെ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാമെന്നും പറഞ്ഞങ്ങ് പോയി. പക്ഷെ അത് എപ്പോഴെങ്കിലും സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും നിങ്ങളത് അറിയിക്കുക. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ കുറെ പോസ്റ്റർ ഒരുമാതിരി അതൊക്കെ കാണുമ്പോൾ എന്തോ എവിടെയോ ശോകം അടിച്ച ആരെയോ കുത്തുന്ന പോലെ എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കൂടാതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പീഡന കേസ് പോകുന്നു, അതിൽ അഭിനയിക്കുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു അവരല്ല, അവർക്കെതിരെയായിരുന്നു ആദ്യമേ കുറെ നാൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരല്ല എങ്കിൽ അതിനകത്ത് പിന്നെ സ്ത്രീ ആയിട്ടുള്ളത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ ലജ്ജു ആണെങ്കിലും അത്ര വലിയ ഏജ്ഡായിട്ട് അവന്മാർ അങ്ങനെ ചെറ്റത്തരം കാണിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഇവിടെ കൊച്ചു പിള്ളേരോട് വരെ ചെറ്റത്തരം കാണിക്കുന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ലജ്ജു ഒന്നും ആരും അങ്ങനെ പറഞ്ഞില്ല. എല്ലാവർക്കും ഒരു സംശയക്കണ്ണോടുകൂടി കാണുന്നത് നിങ്ങളെയാണ്, പിന്നെ നിങ്ങളുടെ ഈ റൈറ്റിങ്സും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പം എന്തോ എവിടെയോ ഒക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് ആളുകൾക്ക്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കുറെ ആളുകൾ ഈ ആവശ്യമില്ലാതെ കമന്റ് ബോക്സിൽ മുഖം കാണിക്കാതെ കിടന്ന്
കൊന വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് സ്പീക്കപ്പ്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ചേട്ടൻ ചേച്ചിമാരെല്ലാവരോടും കൂടെ, അതായത് നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും ജീവിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. അല്ലാതെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അങ്ങനെ പറയരുത്. അത് ആ മക്കൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതായിരിക്കും ഏറ്റവും മക്കൾക്ക് ചിലപ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. അവരുടെ ഒരു പ്രായം ആകുമ്പോഴത്തേക്ക് ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ആ ഒരു ടൈം അവർ എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു, അതോടൊപ്പം തന്നെ അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു എന്ന് തോന്നുമ്പം ആ വരുന്ന തലമുറയാണെങ്കിലും അങ്ങനെ ജീവിക്കാൻ ഇറങ്ങും മുന്നോട്ട്. അതല്ലേ വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.